ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും മുരിങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു വാക്കത്തി ഉപയോഗിച്ച് തല്ലിപ്പൊട്ടിച്ചാണ് എടുക്കുന്നത്. കത്തി വെച്ച് കുത്തി തുറന്നും അങ്ങനെ എടുക്കാം, പക്ഷെ അതെനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തല്ലിപ്പൊട്ടിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതേ മുരിങ്ങ പൊട്ടിക്കാൻ പോകണത് കല്ലിൻ്റെ മുകളിൽ വെച്ച് ഞാൻ അടിച്ചാണ് പൊട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേത്ത് വെള്ളം തെറിക്കും. ഇത് കണ്ട, തുറക്കുമ്പോഴും ശ്രദ്ധിക്കണത്. ഇത് കണ്ട മാംസം ഇനി കത്തി വെച്ച് നമുക്ക് എടുക്കണം. പാത്രത്തിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി. അതിലോട്ടാണ് ഈ മാംസം നമ്മൾ ഇടുന്നത്. ഇനി തോട് വേണ്ട, തോട് മാറ്റില്ല. അതേപോലെ എല്ലാം നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഇത് കണ്ട, കൂടുതൽ ഇതിൽ വെള്ളമാണത്. അതുപോലെ എല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതാണ് ഓയിസ്റ്റർ എന്ന് പറയണത്. കണ്ണിലൊക്കെ തെറിച്ച് വീഴാനുള്ള നല്ല സാധ്യതയുണ്ട്. അത് കാരണം നല്ലോണം ശ്രദ്ധിച്ച് പൊട്ടിക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ഇതാക്കി എടുക്കുക. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇത്തലുണ്ട്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കുക, അല്ലെ വായിലൊക്കെ കൊണ്ടാൽ മുറിയും. ഇത്രയും മുരിങ്ങയാണ് ഞാൻ പൊട്ടിച്ചിട്ട് കിട്ടിയേക്കണത്. ഇതിനി ഒന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടത് ഇതേപോലെയുള്ള ഇത്തലുകളുണ്ട് പൊട്ടിച്ചതിൻ്റെ. അതൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി ഇതിങ്ങനെ ഒന്ന് ഇതാക്കി നോക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ വല്ലതും ഉണ്ടാവണം. അപ്പോൾ നല്ല രീതിയിലോട്ട് കഴുകി മറ്റൊരു വെള്ളത്തിൽ ഇടണം. ഇങ്ങനെ 2-3 തവണ പല വെള്ളത്തിലായിട്ട് കഴുകി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇത്തലുകളൊക്കെ പോയി കിട്ടുള്ളൂ. ഇത് കണ്ട, ഇതൊക്കെ നല്ലോണം കഴുകിയെടുക്കണം. സൂക്ഷിച്ച് നല്ലോണം വൃത്തിയാക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത്തലുണ്ടാവും. അതുപോലെ എല്ലാം ഇത് രീതിയിൽ വൃത്തിയാക്കി എടുക്കുക. കണ്ട, ഇത്തലുകളൊക്കെ ചിലത് പോയിട്ടുണ്ടാവില്ല. അതൊക്കെ ഒന്ന് എടുത്ത് കളയുക. പിന്നെ ഈ മുരിങ്ങയിറച്ചി കറി വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഇതിൽ തന്നെ വെള്ളമുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇരട്ടി വെള്ളമാവും. പിന്നെ അത് വറ്റിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഉപ്പിടുമ്പോഴും ഇത് ചുരുങ്ങി വരും. വെള്ളം പോയി കഴിയുമ്പോൾ ചുരുങ്ങി വരും. പിന്നെ ഇതിൽ ഉപ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പിടാൻ, അല്ലെങ്കിൽ കട്ടുപ്പായി പോകും. മുരിങ്ങ അപ്പം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിലർ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കറുപ്പ് സാധനമുണ്ട്, അത് നെക്കിക്കളയും. പക്ഷേ അതൊക്കെ തിന്നണം നമ്മൾ. അങ്ങനെ കളയുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതൊക്കെ എല്ലാം നമ്മൾ തിന്നണം. അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പച്ചക്ക് തിന്നുന്നവരുണ്ട്, നാരങ്ങ നീരൊഴിച്ചിട്ട്. അപ്പോൾ മുരിങ്ങയിറച്ചി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.